ആലീസ്, ആലീസ്, എന്താ വീണ്ടും അതേ സ്വപ്നം? I can't, Albert. I can't. എനിക്ക് വയ്യ. അതെന്നെ വിട്ടു പോകുന്നില്ല. പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ എല്ലാം ശരിയാവും. നിനക്ക് സുഖവും സന്തോഷവും ഉണ്ടാവും അവിടെ. റിലാക്സ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. Those weird images will never leave me alone in peace. മറ്റൊരു ഒഴിഞ്ഞ വീട് അത്ര തന്നെ. നിനക്ക് വേണ്ടിയാണ് ആലീസ് ഞാനത് പണിയുന്നത്. മൈ ബെസ്റ്റ് വർക്ക് എവർ. Yes, dear. എനിക്ക് വേണ്ടി ആൽബർട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. Where is Alex? Inside the house. Okay. നീ ഇങ്ങനെ എന്നെ ഒരു രോഗിയൊന്നും ആക്കണ്ട കാതറിൻ. ഓടി തീരാൻ നേരത്തെ എല്ലാവർക്കും ഉണ്ടാകുന്ന കിടപ്പ. ഓട്ടം തീരുമ്പോൾ അതങ്ങ് നിന്നോളും. പിന്നെ എന്തിനാ ഈ ഡോക്ടർമാരും ആശുപത്രിയും ഒക്കെ? തർക്കിക്കാൻ നിൽക്കാതെ ഈ മരുന്നൊന്ന് കഴിച്ചേ. അലക്സ് എവിടെ? ആ പ്ലാനുമായി മല്ലിട്ടുകൊണ്ടിരിക്കുക. ഞാൻ വീഴുന്നതിന് മുമ്പ് അവനൊന്ന് ജയിക്കണമെന്നുണ്ട്. കർത്താവ് അതിന് അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു. നോക്കൂ, എങ്ങനെയുണ്ട് എന്റെ മോഡൽ? ഈസ് ഇറ്റ് ഒറിജിനൽ? കംപ്ലീറ്റ് ചെയ്തോ? ഇത് സ്വന്തമായി പണിയാൻ ആൽബർട്ട് സാംസൺ എന്നെ അനുവദിച്ചാൽ അത് നല്ലൊരു തുടക്കമായിരിക്കും. ദ ഫസ്റ്റ് ബ്രേക്ക് ഇൻ മൈ പ്രൊഫഷൻ. എങ്കിലും എന്റെ സങ്കല്പത്തിലെ ഏറ്റവും മനോഹരമായ വീട് ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല. ആൽബർട്ട് സാംസന്റെ നിഴലിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞാനത് പണിയും. നമ്മുടെ വിവാഹം കഴിഞ്ഞ് നമുക്ക് താമസിക്കാൻ. ഓഫീസിൽ പോകുന്ന സമയമായി. അല്പം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്ക് നേരത്തെ പോണം. കുറെ കത്തുകൾ തയ്യാറാക്കാണ്ട്. ഹലോ സ്റ്റീഫൻ. ഹലോ. ഹായ്. ഹലോ. വാട്ട് എ സർപ്രൈസ്. വീടിന്റെ ഡിസൈൻ പൂർത്തിയായെന്ന് പറഞ്ഞപ്പോൾ സ്റ്റെല്ലയ്ക്ക് ഉടനെ അത് കാണണം. അതിനെന്താ, വരൂ പ്ലീസ് കം. ഇതാണോ ഞങ്ങളുടെ സ്വപ്നഭവനം? Wow, this is beautiful. താങ്ക് യു. ഇനി ഡാഡിയെ കൊണ്ട് സമ്മതിപ്പിക്കാനാ പ്രയാസം. ഡിസൈനൊക്കെ ഡാഡിക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ആൽബർട്ട് സാംസൺ തന്നെ വീട് പണിയണമെന്നാണ് അദ്ദേഹത്തിന്റെ വാശി. മിസ്റ്റർ സാംസൺ ഇത് അംഗീകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എങ്കിൽ ഡാഡിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ പണി തുടങ്ങുന്നതിന് മുമ്പ് ആൽബർട്ട് സാംസന്റെ അപ്രൂവൽ ഉണ്ടാവണം. ഞങ്ങൾ പോട്ടെ, അല്പം തിരക്കുണ്ട്. Okay then, see you. See you. അദ്ദേഹം അതിന് സമ്മതിക്കോ?
സമ്മതിക്കും. ഞാൻ സമ്മതിപ്പിക്കും. തൂവിക്കളഞ്ഞ വെള്ളം പോലെ മാത്രം ആൽബർട്ട് സാംസൺ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. 20 വർഷം മുമ്പ് ഇവൻ്റെ പ്രായത്തിൽ എന്നെ കാണാൻ വന്നത്. ഇതുപോലൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. പട്ടേൽ ഗ്രൂപ്പിൻ്റെ ഡിസൈൻ റെഡിയായി. റെഡിയാണ് സർ. I'll have a look later. I told you to change the proportions. എന്തുകൊണ്ട് സർ? ആ, അച്ചായനെത്തിയോ? ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്നൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പഠിക്കണ്ട. കാതറിൻ, ഇന്നലെ ഡ്രാഫ്റ്റ് ചെയ്ത കത്തുകൾ മുഴുവൻ അയച്ചോ? യെസ് സർ. ഞാൻ നോക്കുമ്പോഴൊക്കെ നീ എന്തിനാ ഈ കണ്ണട എടുത്ത് മാറ്റുന്നത്? അത് ഈ കണ്ണട ഉള്ളപ്പോൾ എന്നെ കാണാൻ അത്ര നന്നല്ല. അപ്പൊ കാണാൻ നന്നായിരിക്കണമെന്നുണ്ട് നിനക്ക്, അല്ലേ? എല്ലാവരുടെ മുന്നിലല്ല. മൈ പുവർ കാതറിൻ. മേ ഐ കം ഇൻ സർ? യെസ്. എന്താ അലക്സ്? കാതറിൻ, ആ ഷെൽഫ് ഒന്ന് ഒതുക്കി വെച്ചേക്കൂ. ഓക്കെ. കം. This is too symmetrical. Make this dome bigger. Consult the structural people. സാർ, സ്റ്റീഫൻ വന്നിരുന്നു. ഗ്രീൻ വാലിയിൽ വീട് പണിയണമെന്ന് പറഞ്ഞിരുന്ന. ഓ, അവരോ? അതിന് ഇനി കുറേ സമയമെടുക്കും. അവർക്ക് പെട്ടെന്ന് തീർത്താൽ കൊള്ളാമെന്നുള്ളൂ. അങ്ങനെ തിരക്ക് പിടിച്ചാൽ എങ്ങനെ? എൻ്റെ മനസ്സിൽ ഇതുവരെ പ്ലാൻ ഒന്നും തെളിഞ്ഞിട്ടില്ല. ലാൻഡ്സ്കേപ്പിംഗും ഡിസൈനും നന്നാവണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ആദ്യം എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒടുവിൽ തലയ്ക്ക് മുകളിൽ ഒരു കൂര മതിയെന്നാവും. അത്ര തിരക്കാണെങ്കിൽ അവരോട് വേറെ ആരെങ്കിലും അന്വേഷിക്കാൻ പറയൂ. ആൽബർട്ട്, ഈ കോൺട്രാക്റ്റ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? കൃത്യമായ രൂപമില്ലാതെ പണി തുടങ്ങുന്നതിനേക്കാൾ നല്ലത് അതാണ്. എനിക്കാണെങ്കിൽ അവരെ ഒട്ടറിഞ്ഞുകൂടാതാനും. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? ചിലപ്പോഴൊക്കെ ഞാൻ സത്യം പറയാറുണ്ട് അച്ചായ. ആൽബർട്ട്, യെസ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പേഴ്സണൽ. ആ, കം.